4 പേരും കൂടെ ഒരു യാത്ര. അതായിരുന്നു ചർച്ചയുടെ തുടക്കം. ചർച്ച അവസാനിക്കുന്നത് കക്കാടപ്പുഴയിലാണ്. ഒരു ഓഫ് റോഡ് റൈഡിലൂടെ ഞങ്ങളൊരു മലമുകളിലെത്തി. അവിടെയായിരുന്നു ഞങ്ങളുടെ റിസോർട്ട്, മിസ്റ്റി ഹൈഡ് ഔട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ട്, പ്രകൃതിയുടെ ഭംഗി അതുപോലെ എടുത്തു കാണിക്കുന്ന മനോഹരമായ ഒരു സ്ഥലം. നീലാകാശവും പച്ച ഭൂമിയും, അങ്ങനെ ഒരുപാട് വർണ്ണനകൾ കൊടുത്താലും മതിയാവാത്ത ഒരു മനോഹരമായ സ്ഥലം. ഈ യാത്രയിൽ നമ്മളോടുകൂടെ അന്നക്കുട്ടിയും ഉണ്ട്. Ding dang ding, ding dang ding, ding dang ding, hey hey hey. അന്നമോളും വിതുമോനും പൂളിലിറങ്ങണം എന്ന് പറഞ്ഞ് കുറേ നേരം കൊണ്ട് പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ പൂളിലിറങ്ങി. അന്നമോള് നല്ല ഹാപ്പിയാണ്. ഒരുപാട് നേരം ഞങ്ങൾ വെള്ളത്തിൽ ചിലവഴിച്ചതുകൊണ്ട് തന്നെ നേരം ഒരുപാട് വൈകി. അങ്ങനെ ഞങ്ങൾ രാത്രി ആയപ്പോൾ അവർ നമുക്കൊരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ലൈറ്റൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ട് അവർ നല്ലൊരു സ്പേസിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമായിരുന്നു ആ നേരത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് കൂടെയൊക്കെ ഒന്ന് ഓടി നടക്കാനൊക്കെ പറ്റി. അന്നമോളും വിതുമോനും നല്ല ഹാപ്പിയാണ്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർ ഭയങ്കര ത്രില്ലിലാണ്. പിന്നെ അവർ തന്നെ നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അന്നമോളും വിതുമോനും ഞങ്ങളും എല്ലാവരും നല്ല ഡാൻസൊക്കെ കളിച്ച് നല്ല ഹാപ്പി ആയിട്ട് അവിടെ ഇരുന്നു. നമുക്കുള്ള ഫുഡും അവർ അവിടെ തന്നെയാണ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല തണുപ്പൊക്കെ വെച്ച് നല്ല ലൈറ്റിലൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു. റൂമിലേക്ക് വന്നിട്ടും അന്നമോളും വിതുമോനും എല്ലാവരും സ്റ്റിൽ ഡാൻസിങ് തന്നെയാണ്. അന്നമോക്കും വിതുമോക്കും ഡാൻസ് കളിച്ചിട്ട് മതിയാവുന്നേയില്ല. ഫുൾ ഡാൻസ്, പാട്ട് വയ്ക്കുന്നു, ചാടി കളിക്കുന്നു, രണ്ടുപേരും കൂടി അടി ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഓടി കളിക്കുന്നുണ്ട്, ഡാൻസോ ഡാൻസ്. രാത്രി ഒരുപാട് നേരം സംസാരിച്ചിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് മോർണിംഗ് വ്യൂസൊക്കെ ഞങ്ങൾക്ക് എന്താ പറയുക നഷ്ടമായി. കാരണം ആ കോടയിൽ നിൽക്കുന്ന ഒരു ലൈറ്റ് കളറിൽ വരുന്ന സൂര്യൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് മിസ്സായി. നല്ല ഉറക്കമായിരുന്നു എല്ലാവരും. രാവിലെ എണീച്ചതിന് ശേഷം അന്നമോളും വിതുമോനും നേരെ പൂളിൻ്റെ അടുത്ത് പോകണം പറഞ്ഞിട്ടായിരുന്നു വാശി പിടിച്ചത്. രണ്ടുപേർക്കും തന്നെ പൂളിൽ ഇറങ്ങണം. തണുപ്പ് വിടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ആരും അതിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടും രണ്ടുപേർക്കും ഇറങ്ങണം എന്ന് തന്നെ ആയിരുന്നു. അന്നമോൾ കുറേ നേരം വാശി പിടിച്ചിരുന്നു. പിന്നീട് കുറച്ച് നേരം രണ്ടുപേരും ആ കൂടെയൊക്കെ നടന്ന് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. പൂള് രാവിലെ തന്നെ ആയതുകൊണ്ട് ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ഇറങ്ങണം എന്നുള്ളത് കൊണ്ടും അതിൻ്റെ പരിസരത്ത് തന്നെ രണ്ടുപേരും കുറേ നേരം ചുറ്റിപ്പറ്റി ഇങ്ങനെ നിന്നു. കുറച്ചു നേരം ബോളൊക്കെ എടുത്ത് കളിച്ചു. അന്നമോള് നൈസായിട്ട് ബോള് വെള്ളത്തേക്ക് ഇട്ടാൽ വെള്ളത്തേക്ക് തന്നെ ഇറക്കുമല്ലോ എന്നുള്ള കണ്ടീഷനിലൊക്കെ നിൽക്കുകയാണ്. അതുകൊണ്ട് ആൾ മെല്ലെ ബോൾ എടുത്തിട്ട് പൂളിൽ എറിയുകയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ അന്നേരം സമ്മതിക്കാത്തത് കൊണ്ട് രണ്ടുപേരെയും റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നു. റൂമിലെത്തിയാൽ പിന്നെ ഡാൻസ് മതി രണ്ടുപേർക്കും. അന്നമോള് കുറേ നേരം സ്റ്റെപ്പ് കളിക്കും, കുറേ നേരം ചാടി കളിക്കും. ബിതുമോനും തന്നെ അന്നമോൾ എന്താ കാണിക്കുന്നത് അതുപോലെ തന്നെ അവനും ചാടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സമയം ഒരുപാട് പോയി. കുറച്ചു നേരം ഫോട്ടോ എടുത്തെല്ലാം ഞങ്ങൾ അതുവഴി നടന്നു. പിന്നീട് മെല്ലെ കക്കാടംപുഴയോടും മിസ്റ്റി ഹൈഡ് ഔട്ടിനോടും ബൈ ബൈ പറഞ്ഞു.